നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം. അഭയനഗരങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരികയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് 3 പട്ടണങ്ങൾ വേർതിരിക്കണം. ആ ദേശത്തെ 3ആയി വിഭജിക്കുകയും അത് കൊലപാതകികൾക്കും ഓടിയൊളിക്കാൻ വേണ്ടി അവിടെയുള്ള 3 പട്ടണങ്ങളിലേക്കും വഴി നിർമ്മിക്കുകയും വേണം. കൊലപാതകികൾക്ക് അവിടെ അഭയം തേടി ജീവിക്കുവാൻ ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ്. പൂർവ്വവിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തൻ്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ, ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി അയൽക്കാരനോട് കൂടെ കാട്ടിലേക്ക് പോവുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരൻ്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ. അഭയനഗരത്തിലേക്കുള്ള വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി ഘാതകൻ്റെ പിറകെ ഓടിയെത്തുകയും പൂർവ്വവിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷയ്ക്ക് അല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് 3 പട്ടണങ്ങൾ തിരിച്ച് ഇടണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത്. ഞാനിന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുന്ന വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്ക് തരും. അപ്പോൾ മറ്റ് 3 പട്ടണങ്ങളിൽ കൂടി ആദ്യത്തെ 3 ചേർക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിർദോഷൻ്റെ രക്തം ഒഴുകുകയും ആ രക്തത്തിൽ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത്. എന്നാൽ ഒരുവൻ തൻ്റെ അയൽക്കാരനെ വെറുക്കുകയും പതിയിരുന്ന് ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിച്ച് കൊല്ലുകയും ചെയ്തതിനു ശേഷം ആ പട്ടണത്തിൽ ഒന്നിൽ ഒളിച്ചാൽ അവൻ്റെ പട്ടണത്തിൻ്റെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ച് വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതിൻ്റെ അവൻ്റെ കരങ്ങളാൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അവനോട് കാരുണ്യം കാണിക്കരുത്. നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേലിനെ തുടച്ചു മാറ്റണം. അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ഓഹരി ലഭിക്കുമ്പോൾ അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് പൂർവികർ സ്ഥാപിച്ചെടുത്ത് നിന്ന് മാറ്റരുത്. സാക്ഷികൾ. തെറ്റിനെയോ കുറ്റത്തെയോ സത്യാവസ്ഥ തീരുമാനിക്കുവാൻ ഒരു സാക്ഷി പോരാ, 2-3 സാക്ഷികളുടെ മൊഴി വേണം. ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരായി കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്ത് ചെല്ലണം. ന്യായാധിപന്മാർ സൂക്ഷ്മമായി അന്വേഷണം നടത്തണം. സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തൻ്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തൻ്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം. അങ്ങനെ ആ തിന്മ നിങ്ങളിൽ നിന്ന് ഇടയിൽ നിന്ന് നീക്കിക്കളയണം. മറ്റുള്ളവർ ഇത് കേട്ട് ഭയപ്പെട്ട് ഇത്തരം നിങ്ങളുടെ ഇടയിൽ മേലിൽ ആവർത്തിക്കാതിരിക്കട്ടെ. നീ അവനോട് കാരുണ്യം കാണിക്കരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് കാല്. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. യേശുമിശിഹായ്ക്ക് സ്തുതിയായി.